പടിഞ്ഞാറത്തറ പൂഴിത്തോട് ചുരമില്ലാ പാതയ്ക്കായി രാവുണർത്തൽ യാത്ര ജനകീയ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ രാത്രി മെഴുകുതിരിയും മൊബൈൽ ഫ്ളാഷുമായി വനത്തിലേക്ക് മാർച്ച് നടത്തി. റിപ്പോർട്ട് കാണും. പടിഞ്ഞാറത്തറ പൂഴിത്തോട് ചുരമില്ലാപ്പാതയുടെ നിർമ്മാണം വൈകുന്നതിൽ സമരം ശക്തമാക്കുകയാണ് ജനകീയ കർമ്മസമിതി. ഇതിന്റെ ഭാഗമായാണ് നിർദ്ദിഷ്ട പാതയിലേക്ക് മെഴുകുതിരി കത്തിച്ചും മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയും മാർച്ച് നടത്തിയത്. രാവുണർത്തൽ പ്രതിഷേധമാണ്, ഒരു വലിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ബന്ധപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള സൂചനയും സമീപനങ്ങളുമാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പാതയുടെ നിർമ്മാണത്തിന്റെ പ്രാരംഭ ജോലികൾക്കായി സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ജില്ലയുടെ ഭാഗത്തെ നടപടികൾ പൂർത്തിയാക്കിയതുമാണ്. കോഴിക്കോട് ജില്ലയിലെ 3.5 കിലോമീറ്റർ ഭാഗത്തെ സർവേ മുടങ്ങിക്കിടക്കുകയാണ്. വനപ്രദേശമായതിനാൽ സർവേക്കായി വനം വകുപ്പിനോട് പൊതുമരാമത്ത് വകുപ്പ് അനുമതി തേടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ 1.5 കോടി രൂപ നമുക്ക് GPS സർവേ നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വനത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി തരുന്നില്ല. അതിനുള്ള അനുമതി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനകീയ കർമ്മസമിതി നേതാക്കളായ സാജൻ തുണ്ടിയിൽ, കമൽ ജോസഫ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. 24 വയനാട്.